ഹെവി ഷെല്ലിംഗ് നടക്കുന്നു എന്ന് തന്നെയാണ് ലഭ്യമാവുന്ന വിവരം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട നീക്കം കൂടിയായി ഇത് മാറുകയാണ്. എന്തായാലും ഈ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന വാർത്ത പ്രധാനപ്പെട്ടതാണ്. അമേരിക്കയുടെ 2 ജെറ്റുകൾ ഇതുവരെയും ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ വാദത്തിനൊന്നും തെളിവുകളില്ല. പക്ഷേ ഇത് ഒരുപക്ഷെ കൃത്യമായ തെളിവായി മാറുകയാണ്. 10 മണിക്ക് ഒരുപക്ഷെ മാധ്യമങ്ങളെ കാണുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുമെന്ന് കരുതാം. ഒരുപക്ഷെ 10 മണിയുടെ വാർത്താ സമ്മേളനം സംബന്ധിച്ച് കൂടുതലും ചില റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ അതിനകത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉണ്ടാകും, വിദേശകാര്യ മന്ത്രിയും ഉണ്ടാകും എന്നുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിലൊക്കെ കടക്കുന്ന വിവരങ്ങളുണ്ടോ? അതൊക്കെ സ്ഥിരീകരിക്കാവോ? ഇപ്പോ അത്തരമൊരു സ്ഥിരീകരണവും ലഭ്യമായിട്ടില്ല. വിദേശകാര്യ സെക്രട്ടറി തന്നെ മാധ്യമങ്ങളെ കാണാനാണ് സാധ്യത. കാരണം നിലവിലെ സാഹചര്യത്തിൽ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ മന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യത വിരളം എന്ന് വേണം നമുക്ക് കരുതാൻ. ഇനി അസാധാരണ സാഹചര്യം ഉണ്ടാകുമോ എന്നറിയില്ല. എന്തായാലും നിലവിൽ രാഷ്ട്രീയപരമായ ആലോചനകളും കൂടിയാലോചനകളും പ്രധാനമന്ത്രി തലത്തിലും മറ്റും നടക്കുന്നു. അത് ഗൗരവമായി തന്നെ ആ തരത്തിൽ നടക്കുന്നു. അതേസമയം ബ്രീഫിങ്ങിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് വിദേശകാര്യ വകുപ്പിനെയും ഒപ്പം പ്രതിരോധ വകുപ്പിനെയാണ്. അതിലെ ഉദ്യോഗസ്ഥരാണ് അത് ബ്രീഫ് ചെയ്തു വരുന്നത്. ഇന്നും ഫോറിൻ സെക്രട്ടറി മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് അറിയിപ്പ് ലഭ്യമായിരിക്കുന്നത്. ആ തീരുമാനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് സംബന്ധിച്ച പ്രഖ്യാപനമായിരിക്കാം. സൈനിക നീക്കവും പാകിസ്ഥാന്റെ കടന്നാക്രമണവും ഒക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളോട് വിശദീകരിച്ചു കൊണ്ടിരുന്നത്. അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും. ഒപ്പം ഈ ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടതുപോലെയുള്ള പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ അക്കാര്യങ്ങൾ വിശദീകരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അല്പസമയം മുമ്പ് കൂടി വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നൊരു അറിയിപ്പ് ലഭിക്കുന്നുണ്ട്. ഇതുവരെ വാർത്താ സമ്മേളനം രാവിലെ നടത്താനുള്ള കാര്യം മാറ്റിവെച്ചു. പുതിയ അറിയിപ്പുകൾ ലഭ്യമാക്കാമെന്നാണ്. 10 മണിക്ക് തന്നെ മാധ്യമങ്ങളെ കണ്ട് ഒരു വാർത്താ സമ്മേളനം, ഒരു പ്രസ് കോൺഫറൻസിലൂടെ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ശരി, അത് ഉറ്റുനോക്കാനുള്ള കാര്യം തന്നെ. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ അതിനകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൈത്ത് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മന്ത്രി തന്നെ നേരിട്ട് കാണാനുള്ള ഇത് തള്ളിക്കളയേണ്ടതായി വരുന്നു. അപ്പോഴും സമയമുണ്ടോ? നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നുള്ളത്. പാകിസ്ഥാന്റെ 2 ജെറ്റുകൾ വെടിവെച്ചിടുന്നു ശ്രീനഗറിൽ ഇന്ത്യ എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഇനി ഉറ്റുനോക്കുന്നത് ഈ അതിർത്തിയിൽ തുടരുന്ന ആക്രമണം, പാകിസ്ഥാന്റെ ആക്രമണം, തിരിച്ചടിക്കുന്നത്, വ്യോമ പ്രതിരോധം, പ്രത്യാക്രമണം, ഈ ഷെല്ലാക്രമണമൊക്കെ അല്ലെങ്കിൽ ഡ്രോൺ ആക്രമണമൊക്കെ 100ഓളം ഡ്രോണൊക്കെ തകർക്കേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യക്ക് പോകേണ്ടതായി വന്നു. അതേത് തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി അതിർത്തിയിൽ സജിത? കഴിഞ്ഞ ദിവസം 400 ഡ്രോണുകൾ അധികമാണ് ഇന്ത്യയുടെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ അത് പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. സമാനമായി ഇന്നലെയും വ്യാപകമായ നീക്കങ്ങൾ, ഷെല്ലിങ്ങും ഡ്രോൺ ആക്രമണങ്ങളും ഉണ്ടായി. അതിൻ്റെ കൗണ്ട് ഒരു പക്ഷേ വൈകിട്ട് ഈ ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, വ്യാപകമായ ഡ്രോൺ ആക്രമണം നേരിടേണ്ടി വരുന്നുണ്ട്. ഡ്രോൺ ഘടിപ്പിച്ച ബോംബുകൾ വീടുകൾക്ക് മുകളിൽ മറ്റും അത് വീണ് വ്യാപക നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുന്നുണ്ട്. അത്തരം കണക്കുകൾ ശേഖരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഈ അതിർത്തി മേഖലകളിൽ വലിയ വിജിലൻ്റാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ജാഗ്രതാ പ്രഖ്യാപനമുണ്ട്. ആ തരത്തിൽ ആളുകൾ ആ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നിലവിൽ അതിർത്തി മേഖലയിലെ സംഘർഷത്തിന് ഒട്ടുമറുതി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അത് രൂക്ഷമായി തുടരുകയും ചെയ്യുകയാണ്. ഇതിനിടയിലാണ് കൂടുതൽ ശക്തമായ സൈനിക നീക്കങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇതുവരെയുള്ള സാഹചര്യം ഇതാണ്. ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്ത്യ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ തൊടുത്തുവിട്ടത്. അത് പലതും നിർവാര്യമാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലേക്ക് ലക്ഷ്യമിട്ട് തൊടുത്തത് ബാലിസ്റ്റിക് മിസൈലാണ്. പക്ഷേ അത് നിർവീര്യമാക്കാൻ സിർസയിൽ വെച്ച് തന്നെ നിർവീര്യമാക്കി കളഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. ഇതിന് പുറമെ വലിയ സൈനിക നീക്കങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായി പാകിസ്ഥാൻ അവരുടെ ഓപ്പറേഷൻ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കടുത്ത ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. ഒന്ന്, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള ഇടങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ മിസൈൽ പായിച്ചു എന്നതാണ് പാകിസ്ഥാന്റെ അവകാശവാദം. ഇതിന് പുറമെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട എയർബേസുകൾക്ക് നേരെ ഇന്ത്യ കടന്നാക്രമണം നടത്തി, പക്ഷേ ഞങ്ങളത് ചെറുത്തു. ഇതാണ് പാകിസ്ഥാൻ ഉന്നയിച്ച വാദം. ഇതാണ് പാകിസ്ഥാൻ സൈഡിൽ നിന്ന് ഇതുവരെ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്. ഒപ്പം ഇന്ത്യ ഇതിന് എന്ത് മറുപടി നൽകും എന്ന് ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന വാദം കൂടി പാകിസ്ഥാൻ ഉന്നയിക്കുന്നതുമുണ്ട്. എന്തായാലും ഇതിന് രാജ്യം നൽകാൻ പോകുന്ന മറുപടി അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. പാകിസ്ഥാന്റെ മിസൈൽ ആക്രമണത്തെ ഇന്ത്യ ചെറുത്തിട്ടുണ്ട്. ഡൽഹി പോലെ തന്ത്രപ്രധാനമായ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ ലക്ഷ്യമിട്ടുകൊണ്ട് മിസൈൽ ആക്രമണം നടന്നു. പക്ഷേ അതിനെ ചെറുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഇതുവരെ വന്ന
വാർത്തകൾ. അതിന് സ്ഥിരീകരണം നൽകേണ്ടത് സർക്കാർ കേന്ദ്രങ്ങൾ തന്നെയാണ്. ഈ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ നൽകുന്ന സൂചനകളും ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നതും അതുതന്നെയാണ്. ഈ നയതന്ത്ര മാർഗങ്ങൾ അതേത് തരത്തിൽ നടക്കുന്നു എന്നുള്ളത് കൂടി ഇനി ഉറ്റുനോക്കേണ്ട ഒരു സാഹചര്യം. സജിത്ത്, സ്വാഭാവികമായിട്ടും സൗദിയുടെ, നേരത്തെ പറഞ്ഞുള്ള സൗദിയുടെ ഇടപെടലുകളൊക്കെ ഒരു വശത്തുണ്ട്. അതനുസരിച്ചിട്ടും അങ്ങനെ ഒരു നയതന്ത്ര ഇടപെടലുകളിലേക്ക് കൂടി ഈ മണിക്കൂറുകളിൽ പോകുന്നുണ്ട് ലോകരാജ്യങ്ങൾ എന്നുണ്ടോ? നയതന്ത്ര ഇടപെടലുകളിൽ ഒരുപക്ഷെ ഏറ്റവും ശക്തമായ ഇടപെടൽ അമേരിക്ക തന്നെയാണ് നടത്തുന്നത്. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവർ ഈ സംഘർഷം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് പെട്ടെന്ന് അയവുണ്ടാവണം, ഇരു രാജ്യങ്ങളിലും ഇക്കാര്യത്തിൽ നിലപാടെടുക്കണം എന്ന നീക്കം നടത്തിയിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പ്രഖ്യാപനം ഒരു രാജ്യത്തിനെതിരായതല്ല, മറിച്ച് ഭീകരതയ്ക്കെതിരായ യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഇന്ത്യ നടത്തുന്നത്. ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ്. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചത് പോലും അങ്ങനെയാണ്. 9 തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് നമ്മൾ ലക്ഷ്യമിട്ടത്, അവരെ നശിപ്പിക്കാനുമായി. എന്നാൽ ഇതിന് മറുപടി വന്നപ്പോൾ തിരിച്ചടിക്കുന്നു. ഇതാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന വാദം. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ആ വാദം ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ഇടത്ത് സൈനിക നീക്കം നടത്തുമ്പോൾ മറ്റൊരിടത്ത് കൂടുതൽ നയതന്ത്ര നീക്കങ്ങൾ നടത്തുന്നു എന്നതാണ് ഇന്ത്യയുടെ ശൈലി. കാരണം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തുടർച്ചയായി തൻ്റെ സൗഹൃദ രാഷ്ട്രങ്ങളുമായി വിളിക്കുന്നു. വിദേശകാര്യ സെക്രട്ടറിമാരെയും മന്ത്രിമാരെയും ഒക്കെ വിളിച്ചുകൊണ്ട് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ച് ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കുന്നുണ്ട്. ഇതാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടാണ് ഇന്ത്യക്കുള്ളത്. സുവ്യക്തമാണ്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടമാണ് രാജ്യം നടത്തുന്നത്. ആ രാജ്യത്തിൻ്റെ നിലപാടിനൊപ്പം സമാന നിലപാടുള്ളവർ ഒപ്പം ചേരണം. പാകിസ്ഥാനും ഇസ്രയേലും അടക്കമുള്ള അമേരിക്കയും ഇസ്രയേലും അടക്കമുള്ള ഭീകരതയുടെ ഏറ്റവും വെല്ലുവിളികൾ നേരിടുന്ന രാജ്യങ്ങളൊക്കെ ഈ നിലപാടിനൊപ്പം ചേരണമെന്നതാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്ന നീക്കം. പാകിസ്ഥാന്റെ ചേരിക്കൊപ്പം ആരൊക്കെ നിൽക്കുമെന്നത് തുർക്കിയുടെ സംവിധാനങ്ങളും സഹായങ്ങളും നേരത്തെ തന്നെ പാകിസ്ഥാന് ഒപ്പമുള്ളതാണ്. സൈനിക സഹായം തുർക്കി ചെയ്യുന്നതാണ് പാകിസ്ഥാന്. സമാനമായി അത് ഡ്രോണുകളിലടക്കം അത് പ്രകടമാവുകയും ചെയ്തിരുന്നു. ഇന്നലെ പുറത്തു വന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ കൂടി ഞാനൊന്ന് പരാമർശിക്കാം. അതായത് ഇന്ത്യയുടെ എയർ സ്പേസിന് മുകളിൽ രാജസ്ഥാനിന് മുകളിൽ ചൈനീസ് സാറ്റലൈറ്റ്, അതായത് അതീവ സാങ്കേതിക വിദ്യയിൽ കൂടുതൽ ഇമേജ് സെൻസിങ് പവറുള്ള ചൈനീസ് സാറ്റലൈറ്റ് രാജസ്ഥാൻ്റെ എയർബേസിന് മുകളിൽ ഇന്നലെ ഉണ്ട് എന്ന് സംബന്ധിച്ച ചില ലൊക്കേഷനുകൾ ലഭ്യമായിരുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങളെയും സൈനിക ശക്തിയെയും ഇന്ത്യയുടെ നീക്കങ്ങളെയും ഒക്കെ നിരീക്ഷിക്കാൻ പാകിസ്ഥാൻ, ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം തേടിയതാണോ? അത്തരം നിരീക്ഷണ നീക്കങ്ങളാണോ നടക്കുന്നത്? ഇക്കാര്യങ്ങളിലൊക്കെ സജിത്ത് വരാം വിശദാംശങ്ങളിലേക്ക്. ഇപ്പോൾ വരുന്ന വാർത്തകൾ 2 പാക് ജെറ്റുകളെ തകർത്തിരിക്കുന്നു ഇന്ത്യ എന്നുള്ള വിവരമാണ്. ശ്രീനഗറിലാണ് പാകിസ്ഥാന്റെ 2 പാക് ജെറ്റുകളെ ഇന്ത്യ തകർത്തിരിക്കുന്നത്. അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതിർത്തി സംസ്ഥാനങ്ങളിലുണ്ട്. രാജസ്ഥാനിലും പഞ്ചാബിലും ഒക്കെ ആ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിർണായകമായിട്ടുള്ള വാർത്താ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. 10 മണിക്ക് വിദേശകാര്യ സെക്രട്ടറി തന്നെ നേരിട്ട് അഭിസംബോധനം ചെയ്യുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ.